അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമുക്കിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെക്കുറിച്ച് പഠിക്കാം. ആരെക്കുറിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 7 പേര് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാരാണ്? ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. ഇനി ഇവരുടെ 7 പേരെയും കൂടെ ഉൾക്കൊള്ളിച്ച് നമുക്കൊരു ബൈത്ത് പഠിക്കാം അല്ലേ? വസബഅത്തുൻ ഔലാദുഹും ഖാസിമു. എന്താണ്? വസബഅത്തുൻ ഔലാദുഹും ഖാസിമു സൈനബു റുഖിയ ഫാത്തിമ യാ ഫാഹിമു. ഒന്നുകൂടെ പാടിക്കോ. വസബഅത്തുൻ ഔലാദുഹും ഖാസിമു സൈനബു റുഖിയ ഫാത്തിമ യാ ഫാഹിമു വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മിൻ. ഒന്നുകൂടെ. വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്രാ ബിതർതീബിൻ റുകിൻ അതാഹു ഇബ്രാഹീമു മിൻ സൂരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. ഇതൊക്കെ നമ്മുടെ മദ്രസകളിൽ പണ്ട് പഠിപ്പിച്ചിട്ട് ബൈത്തുകളാണ് അല്ലേ? നമ്മുടെ ഉപ്പുപ്പാക്കും ഉമ്മാക്കൊക്കെ അറിയാം. നമുക്കൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വസബഅത്തുൻ ഔലാദുഹും ഖാസിമു സൈനബു റുഖിയ ഫാത്തിമ യാ ഫാഹിമു വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്രാ ബിതർതീബിൻ റുകിൻ അതാഹു ഇബ്രാഹീമു മിൻ സൂരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. ഇനി നമുക്ക് രസകരമായൊരു പാട്ടുണ്ട് അല്ലേ?